മലയാള സിനിമയിൽ നായകവേഷത്തിൽ തിളങ്ങി നിന്ന നടനായിരുന്നു മധു മേനോൻ. എന്നാൽ അപ്രതീക്ഷിതമായി കരിയറിലുണ്ടായ ചില ചതികൾ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. റെയിൽവേയിൽ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായിരുന്ന MGK നായരുടെയും കാർത്തിക മേനോന്റെയും മകനായി കർണാടകയിലെ ഹുബ്ലിയിലാണ് മധു ജനിച്ചത്. അച്ഛന്റെ ജോലിയുടെ ആവശ്യാർത്ഥം ഹൈദരാബാദ്, ഡൽഹി എന്നിവിടങ്ങളിലായിരുന്നു പഠിച്ചത്. ഡൽഹിയിലെ പഠനത്തിന് ശേഷം ചെന്നൈയിലേക്ക് വന്ന അദ്ദേഹം അവിചാരിതമായിട്ടാണ് ക്യാമറയ്ക്ക് മുന്നിലെത്തിയത്. മസ്താൻ ജീൻസിന്റെ പരസ്യത്തിലൂടെ മോഡലിംഗിൽ തുടക്കമിട്ട മധു പിന്നീട് നിരവധി പരസ്യചിത്രങ്ങളിൽ തിളങ്ങി. ആ ലുക്കും പ്രസരിപ്പും കണ്ട് ആർട്ട് ഫിലിം പ്രവർത്തകർ നൽകിയ പ്രോത്സാഹനമാണ് മധുവിനെ സിനിമയിലേക്ക് എത്തിച്ചത്. മലയാളത്തിൽ മഴവിൽ കൂടാരം എന്ന ചിത്രത്തിലൂടെ തുടക്കം കുറിച്ചു. പിന്നീട് പൂമരത്തണലിൽ, കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ തുടങ്ങി ഒട്ടനവധി സിനിമകൾ. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായി നിരവധി സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. ബോളിവുഡ് സിനിമയിൽ നായകനായപ്പോൾ മിഥുൻ ചക്രവർത്തിക്കൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം വരെ ലഭിച്ചു. മിഥുൻ ചക്രവർത്തിയോടുള്ള രൂപസാദൃശ്യം കാരണം ശോഭി തിലകനാണ് മധുവിനെ മലയാളത്തിലെ മിഥുൻ ചക്രവർത്തി എന്ന് വിളിച്ചത്. മിഥുനെ പോലെ തന്നെ മനോഹരമായി ഡിസ്കോ ഡാൻസ് കളിക്കാനുള്ള കഴിവും മധുവിനെ വ്യത്യസ്തനാക്കിയിരുന്നു. എന്നാൽ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടിയുണ്ടായത് ഗന്ധർവരാത്രി എന്ന സിനിമയായിരുന്നു. ഞാൻ ഗന്ധർവൻ പോലൊരു ക്ലാസ് പടമാണെന്ന് വിശ്വസിപ്പിച്ച് മധുവിനെ നായകനാക്കിയ സിനിമ തിയേറ്ററിലെത്തിയത് A സർട്ടിഫിക്കറ്റ് ചിത്രമായിട്ടായിരുന്നു. മധു അറിയാതെ ചില രംഗങ്ങൾ കൂട്ടിച്ചേർത്ത ആ സിനിമ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ കരിനിഴൽ വീഴ്ത്തുകയായിരുന്നു. താൻ അഭിനയിച്ച സിനിമ അച്ഛനും അമ്മയ്ക്കുമൊപ്പം തിയേറ്ററിൽ കാണാൻ പോയ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം വേദനയോടെ മാത്രമേ ഓർക്കുവാൻ കഴിയുകയുള്ളൂ. പിന്നീട് മധുവിന് മലയാളത്തിൽ അവസരങ്ങൾ കുറഞ്ഞു. ഭാഗ്യം പരീക്ഷിച്ച സ്വരരാഗഗംഗ എന്ന സിനിമ റിലീസാകാതെ പോയതും അദ്ദേഹത്തിന്റെ കരിയറിന് ഇടിവായി. 2002 സിനിമയോട് താൽക്കാലികമായി വിട പറഞ്ഞ മധു 14 വർഷത്തോളമാണ് സിനിമയിൽ നിന്നും മാറി നിന്നത്. രോഗബാധിതയായ അമ്മയെ പരിചരിക്കാനായിരുന്നു ഈ മാറി നിൽക്കൽ. എന്നാൽ 2 വർഷത്തിനുള്ളിൽ അമ്മ മരിച്ചതോടെ കടുത്ത വിഷാദ രോഗത്തിലേക്കാണ് അദ്ദേഹം വീണത്. ഈ ഘട്ടത്തിലാണ് സീരിയൽ സെറ്റുകളിൽ വെച്ച് പരിചയപ്പെട്ട നടി അനിത നായർ മധുവിന്റെ ജീവിതത്തിലേക്ക് എത്തിയത്. മൈ ഡിയർ കരടി എന്ന ചിത്രത്തിലെ നായികയായിരുന്ന അനിതയും മധുവും പരസ്പരം തിരിച്ചറിഞ്ഞ സുഹൃത്തുക്കളായിരുന്നു. അങ്ങനെയാണ് 2006 ഇരുവരും വിവാഹിതരായത്. തനിമ എന്ന മകളുടെ ജനനത്തോടെ മധു തന്റെ ലോകം കുടുംബത്തിലേക്ക് ഒതുക്കി വയ്ക്കുകയായിരുന്നു. മകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും തണലായി മധു കൂടെയുണ്ടായിരുന്നു. സിനിമകളിൽ അർഹിച്ച ഉയരങ്ങളിലെത്തിയില്ലെങ്കിലും മധു ഇന്ന് സന്തോഷവാനാണ്. 2016 തിലോത്തമയിലൂടെ തിരിച്ചുവരവ് നടത്തിയെങ്കിലും നൃത്തവേദികളിലാണ് അദ്ദേഹം കൂടുതൽ സജീവമായത്. ദൈവത്തിൻ്റെ മക്കൾ എന്ന പരമ്പരയിലെ മന്ദബുദ്ധിയുടെ വേഷമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് അദ്ദേഹം പറയുന്നു. പണത്തേക്കാൾ മൂല്യവത്തായ പലതുമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കുടുംബം, നൃത്തം, മകൾ, സന്തോഷിക്കാൻ എനിക്ക് ഇതെല്ലാം മതിയല്ലോ എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയാറുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ വിശേഷങ്ങളും ഡാൻസ് വീഡിയോകളുമെല്ലാം ആരാധകർക്കിടയിൽ പങ്കുവച്ച് അദ്ദേഹം സജീവമാണ്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.